ഇതിനായി ഇപ്പോൾ സൗമ്യയുടെ അമ്മ ശ്രീമതി സുമതി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി സുമതി, നമസ്കാരം. ഈ അതീവ ആശങ്കപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മുന്നിലുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഞാൻ ചോദിക്കുന്നതല്ല, ഇത്രയും വലിയ മതിലെടുത്തിട്ട് എങ്ങനെ ചാടി പുറത്തിറങ്ങി ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്ത ഇവന് ഒരു സുരക്ഷിത ഇല്ലാത്ത കാരണമല്ലേ ഇവന് പുറത്ത് ചാടാൻ കഴിഞ്ഞത്. ഇവന് അതിന്റെ ഉള്ളിൽ സപ്പോർട്ട് ഇല്ലാതെ ഇവനെ ഒരിക്കലും ഇപ്പം പുറലോകം കാണില്ല. ഇത്രയും വലിയ മതിലല്ലേ ജയിലിന്റെ, ഇത്രയും വലിയ ജയിലിലും അത്രയും വലിയ ഇതെങ്ങനെ കയറി ഇറങ്ങിയെന്ന് പറഞ്ഞ എന്താ വിശ്വസിക്ക? അതെ, അവൻ ഇത്രയും വലിയ ജയിലിൽ ചാടാൻ പറ്റുന്നെങ്കിൽ അവനെ കൊണ്ട് ഈ ഒറ്റക്കൈ വെച്ചിട്ട് ഈ മതിലിൽ നേരെ കൊത്തിക്കയറാൻ പറ്റിയല്ലോ. അപ്പൊ ഒരാൾ പിൻഗാമിയായിട്ട് അവിടെ ഉണ്ടാവും. അവനെ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടണം, എത്രയും പെട്ടെന്ന് ആ നാട് വിട്ടുപോവില്ല. അതിന്റെ മുന്നേ അവനെ പെട്ടേ പറ്റൂ. അതെ, തുടക്കം മുതൽ തന്നെ ഗോവിന്ദചാമിക്ക് സഹായങ്ങൾ നൽകാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജയിലിന്റെ ഉള്ളിൽ ഒരു കുറച്ചധികം ആളുകൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരാളോ മറ്റോ സഹായം നൽകിയിട്ടുണ്ടാകാം എന്ന് കരുതുന്നുണ്ടല്ലേ? അതെ അതെ, അങ്ങനെ ഉണ്ടാവണമല്ലോ. ഉണ്ടാവാതെ എങ്ങനെ ലോകം കാണാൻ? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒറ്റക്കയ്യനാണ് എങ്ങനെ ഈ ഒറ്റയ്ക്ക് ഈ ദൗത്യം ചെയ്തു എന്നുള്ളത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അല്ല 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 അല്ല. ശരി, സൗമ്യയുടെ അമ്മ ശ്രീമതി സുമതിയാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട്. രഞ്ജിത്ത്, എന്തായാലും ഈ പ്രതിയെ പിടിക്കാനുള്ള പുതിയ സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരം, രാത്രി 1:30 ഇയാൾ ജയിൽ ചാടിയത് എന്നുള്ള വിവരം കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റിയാണ് ഇയാൾ ജയിൽ സെല്ലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. 10B ബ്ലോക്കിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. തുടർന്ന് ഇയാൾ കമ്പി മുറിച്ചു മാറ്റി പുറത്തു ചാടുകയും തുണികൾ കെട്ടി മതിൽ ചാടി ജയിലിന് പുറത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് എന്നുള്ളതാണ്. ഈ ആകാശവാണിയുടെ ഓഫീസുണ്ട് തൊട്ടടുത്ത്, ഈ ജയിലിനോട് ചേർന്ന് ആകാശവാണിയുടെ ഓഫീസുണ്ട്. ഈ ആകാശവാണിയുടെ ഓഫീസിന് സമീപത്തെ മതിൽ ചാടിയാണ് ഇയാൾ കടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് സമീപത്തെ അടച്ചിട്ടിരിക്കുന്ന കെട്ടിടങ്ങളിലും മറ്റും വ്യാപകമായി തെരച്ചിൽ. ഒരുപാട് കെട്ടിടങ്ങൾ സമീപ പ്രദേശങ്ങളിൽ ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങളുണ്ട്. അവിടെയൊക്കെയുള്ള കെട്ടിടങ്ങളിൽ വ്യാപകമായുള്ള തെരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വലിയ ദൂരത്തേക്ക് ഇയാൾ പോകാനുള്ള സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള നിർണായകമായ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പോലീസിന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി മാറുകയാണ്. ഈ 1:30 ഇയാൾ ജയിൽ ചാടിയിട്ടും ഏതാണ്ട് 7 മണിയോടുകൂടി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യമായി ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനിടയിലുള്ള പരിശോധനകളിലും മറ്റുമുണ്ടായ അലംഭാവമാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. അല്പസമയത്തിനകം ഏതാണ്ട് മണിക്കൂറുകൾക്കകം ഇയാളെ പിടിക്കാം എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ സുരക്ഷിതത്വമുള്ള ഒരാൾ എങ്ങനെ വളരെ അനായാസമായി ഈ സംഗതി സാധിച്ചെടുത്തു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അമ്പരപ്പെടുത്തുന്നത്. അതായത് 1:30 ഇയാൾ ജയിൽ ചാടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ജയിൽ സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റി. ഈ കമ്പിയിടയിൽ കൂടി ഇയാൾ പുറത്തിറങ്ങുന്നു. തുണികൾ ഉപയോഗിച്ച് കെട്ടുണ്ടാക്കുന്നു. അതിനുശേഷം ഇയാൾ മതിലിൽ അത് കുരുക്കി മതിൽ ചാടി പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതനുസരിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുക കൂടിയാണ് ആര്യ. ഇത്തരത്തിൽ ഇപ്പോൾ പല സംഘങ്ങളായി തിരിച്ചു കഴിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ. കണ്ണൂർ ജില്ലയിലെ വലിയ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം, കൂടുതൽ പോലീസ് ഫോഴ്സിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ. സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിനാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നത്. കാരണം ഒറ്റക്കയ്യനാണ് ഇയാൾ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതോ കണക്കിലെടുക്കുമ്പോൾ അധിക ദൂരം ഇയാൾ പോകാനുള്ള സാഹചര്യമില്ല എന്നും സമീപ പ്രദേശങ്ങളിലെ കുറ്റിക്കാടുകളിലോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലോ മറ്റോ ഇയാൾ ഉണ്ടാകാം എന്നുള്ള സൂചനകൾ കൂടി അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത്. അതനുസരിച്ചുള്ള അന്വേഷണ വഴികൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ് ആര്യ. ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ച കാര്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ദൗത്യം എങ്ങനെ നിർവഹിച്ചു, ഈ ജയിൽ ചാട്ടം എങ്ങനെ സാധ്യമാക്കി ഗോവിന്ദചാമി എന്ന് പറയുന്നത് പോലീസ് വിശദീകരിക്കുമ്പോൾ തന്നെ
ജയിലിന്റെ കമ്പി മുറിക്കുന്നു, അതോടൊപ്പം സെല്ലിന്റെ കമ്പി മുറിക്കുന്നു. അതിനപ്പുറം ഈ വലിയ വടം കെട്ടി മതിൽ ചാടിയാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. നേരത്തെ ഒക്കെ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള വ്യക്തിക്ക് ഇത് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഈ സുരക്ഷാ കാര്യത്തിൽ അലംഭാവം കാട്ടി, അനാസ്ഥ കാട്ടി എന്നത് പറയുന്നതിനൊപ്പം സഹായം നൽകിയോ എന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട എങ്ങനെ ആ ദൗത്യം നിർവഹിച്ചു ഗോവിന്ദച്ചാമി എന്നതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് വിശദീകരിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോകുന്നത്. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഈ ഒറ്റക്കൈയ്യനാണ്, വികലാംഗനായ ഒരാൾക്ക് വലിയ തോതിലുള്ള സഹായം ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി അന്വേഷണം നടത്തേണ്ടി വരും. പോലീസിന്റെ ഇപ്പോഴത്തെ പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇയാൾ എവിടെയുണ്ട് എന്ന കാര്യത്തിലുള്ള തെരച്ചിലാണ്. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത്, ഈ സമീപ പ്രദേശങ്ങളിലുള്ള കെട്ടിടങ്ങളിലും മറ്റുമുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ പ്രദേശം, ഈ ജയിൽ നിൽക്കുന്ന പ്രദേശത്തിന് ചുറ്റുപാടും ആൾതാമസമില്ലാത്ത, നിർമ്മാണം പൂർത്തിയാകാത്ത നിരവധി കെട്ടിടങ്ങളുണ്ട്. ആര്യ, ഈ കെട്ടിടങ്ങളിൽ എവിടെയെങ്കിലും ഇയാൾ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. വ്യാപകമായ തിരച്ചിലാണ്. കണ്ണൂർ ജില്ലയിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസുകാരുടെ സഹായം ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർ തേടിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് ഇപ്പോൾ കുതിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സമീപത്ത് നിരവധി കുറ്റിക്കാടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇതിന്റെ ചുറ്റുപാടുമുണ്ട് എന്നും മറ്റും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 1:30 മണിക്ക് നടന്ന കൃത്യമാണ്. സ്വാഭാവികമായും മണിക്കൂറുകൾ പിന്നിട്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. 1:30 മണി കഴിഞ്ഞ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇയാൾ ദൂരസ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള, ട്രെയിനിലോ ബസ്സിലോ മറ്റോ കയറി ദൂരസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യതകൾ തുലോം വിരളമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വാർത്ത പുറത്തു വരുന്നത് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ്. ഇതിനു മുൻപ് ഇയാൾ ആർക്കും മനസ്സിലാക്കാത്ത വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്തി ദൂരേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നതും പ്രധാനമാണ്. അതനുസരിച്ചുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന ചിത്രമാണ് ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും പുതിയ ലുക്കിലുള്ള, ഭാവത്തിലുള്ള ചിത്രം. അതിനു മുമ്പ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ മുമ്പ് വിഷ്വൽസിൽ കണ്ടിട്ടുള്ള ഗോവിന്ദച്ചാമി ഈ രൂപത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു സാധ്യത കൂടി കുറവല്ലേ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, അതീവ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരു കൊടും കുറ്റവാളി ഇപ്പോൾ ജയിൽ ചാടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരൊറ്റ കയ്യൻ എങ്ങനെ ഈ ദൗത്യം സാധ്യമാക്കി എന്ന ചോദ്യമാണ് കേരള സമൂഹം ചോദിക്കുന്നത്.